ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് പോകുന്നത് ഒരു പുതിയ ഫോണല്ല, എന്നാൽ ആ പഴയ ഫോണിൻ്റെ ഒരു പുതിയ എഡിഷൻ മാത്രമാണ്. അപ്പോൾ ഡെഡ് പൂൾ എന്ന് പറയുന്ന സിനിമ ഓൾറെഡി ഇറങ്ങി, നിങ്ങൾക്ക് അറിഞ്ഞു കാണും. അപ്പോൾ മാർവലിൻ്റെ പുതിയ ഡെഡ് പൂൾ സിനിമയെ ആസ്പദമാക്കി പോക്കോ ഇറക്കിയ പോക്കോ ഡെഡ് പൂൾ എഡിഷൻ എന്നാണ്. കണ്ടില്ലേ, പോക്കോ F6 ഡെഡ് പൂൾ എഡിഷനാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒറ്റൊരു വേരിയൻറ്റിൽ അവൈലബിൾ ആവുന്നുള്ളൂ. 12GB റാമും 512GB സ്റ്റോറേജ്. അത് ടോപ്പ് എൻഡ് വേരിയൻറ്റ്. ഈ ഒരു സ്പെഷ്യൽ ബോക്സാണ് വരുന്നത്. ഇതിൻ്റെ വില 33,999 രൂപയാണ്. എന്നാൽ കാർഡ് ഓഫർ 4000 രൂപയുണ്ട്. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഓഫേഴ്സ് അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ കാർഡ് ഓഫേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 29,999 രൂപയ്ക്ക് ഈ 12GB റാമോ 512GB സ്റ്റോറേജ് ഉള്ള സ്പെഷ്യൽ ഡെഡ് പൂൾ എഡിഷൻ ഫ്ലിപ്കാർട്ട് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഡെഡ് പൂൾ എഡിഷൻ്റെ വളരെ ക്വിക്കായ ഒരു ഹാൻഡ്സ് ഓൺ ആണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഡീറ്റെയിൽഡ് റിവ്യൂ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം ഈ ഡിവൈസ് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്താണ്. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ബോക്സാണ്. അപ്പോൾ ആ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്ന് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഡെഡ് പൂൾ എഡിഷൻ ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് പോക്കോ F6 ഡെഡ് പൂൾ എഡിഷൻ. അപ്പോൾ സ്പെഷ്യൽ ബോക്സ് പാക്കേജിങ്, അതിന് ലോഗോ കാണാം. ബാക്കിൽ വീണ്ടും മൂവീൻ്റെ ആ ഒരു പോസ്റ്റർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ വേറെ എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ നമുക്കിവിടെ സ്റ്റിക്കർ ഉണ്ട്, അതും കൂടെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സ് തുറക്കാം. അപ്പോൾ സ്പെഷ്യൽ ബോക്സ് നമുക്ക് മുകളിൽ തന്നെ ആ മൂവീൻ്റെ തീംസൊക്കെ കാണാം. പിന്നെ നമുക്ക് ആ മൂവീൻ്റെ പോസ്റ്റർ കാണാം, ഡെഡ് പൂൾ പോസ്റ്റർ എഴുതിയത് കാണാം അവിടെ. അപ്പോൾ ഇത് ഒരു നല്ല സ്റ്റൈലിഷ് ബോക്സ് പാക്കേജാണ്. ആ കളർ തീമൊക്കെ അതേപോലെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ തന്നെ വീണ്ടും ആ കളർ തീം കാണാം. കണ്ടില്ലേ, ബോക്സിൽ തന്നെ ആ കളർ തീമുണ്ട്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ആദ്യത്തെ ലെഫ്റ്റ് സൈഡിലെ ബോക്സിൽ എന്താ നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കേസാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു ബ്ലാക്ക് കളർ കേസാണ് വരുന്നത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്പെഷ്യൽ എഡിഷൻ കേസ്. പക്ഷേ ഇത് സ്റ്റാൻഡേർഡ് കേസാണ്. ഇതിൽ വേറൊരു ഡിഫറൻസ് ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് കേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്ന് കൂടി ഉണ്ട്, മാനുവലും ഉണ്ട്. അപ്പോൾ സിം ഇജക്റ്റ് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്. കണ്ടില്ലേ, മൂവീൻ്റെ ബേസ് ചെയ്തിട്ടാണ് സിം ഇജക്റ്റ്. പിന്നെ വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാം, കുറച്ചും കൂടി സൂമിൻ ചെയ്ത് കാണിച്ചു തരാം. അതുണ്ടല്ലേ, അതേ എന്താ പറയുക, ഡെഡ് പൂൾ മൂവീനെ ബേസ് ചെയ്തിട്ടുള്ള സിം ഇജക്റ്റ് പിന്നാണ്. ചെറിയ സ്മോൾ ടച്ചസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റൈറ്റ് സൈഡിലെ ബോക്സിൽ എന്താണെന്ന് കൂടി നോക്കാം. അപ്പോൾ ഇതാണ് റൈറ്റ് സൈഡിലെ ബോക്സ്. ഇതിനകത്ത് പ്രോബ്ലി ചാർജർ ആയിരിക്കും, നമുക്കറിയാമല്ലോ, ചാർജർ തന്നെയാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിനകത്ത് വരുന്നത് നമുക്ക് കണ്ടില്ലേ, ഡെഡ് പൂൾ എഡിഷൻ ചാർജറാണ്. പിന്നെ ഒരു കേബിളാണ്. കേബിളിന് ബ്രാൻഡിങ് ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്, ഈ സ്പെഷ്യൽ ബോക്സ് പാക്കേജിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് പോക്കോ F6 ഡെഡ് പൂൾ എഡിഷൻ. ഇവിടെ നമുക്ക് കാണുമ്പോൾ ഒരു 3D ലുക്കൊക്കെ ഉണ്ട്, എന്നാൽ 3D അല്ല, ഇതൊരു പ്രിൻറ്റിംഗ് ആണ് കേസിൻ്റെ ബാക്കിൽ. ഇവിടെ ഡെഡ് പൂൾ എന്ന് എഴുതി കാണാം. ഇൻഫാക്റ്റ് അതെ, ഡെഡ് പൂൾ എന്നാണ് എഴുതിയിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ. ഇവിടെ ഈ എന്താ പറയുക, ഫിലിമിൻ്റെ പോസ്റ്ററുണ്ട്. പിന്നെ പോക്കോ ബ്രാൻഡിങ് ആണ്. പിന്നെ ഈ എന്താ പറയുക, ഫ്ലാഷ് ലൈറ്റിന് ചുറ്റും ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറ കാണില്ല. ഇതിൽ ഹാർഡ്വെയർ ചേഞ്ചസ് ഒന്നുമില്ല, ഡിസൈൻ ലാംഗ്വേജിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് മൂവീനെ ബേസ് ചെയ്ത ബ്ലാക്ക് പ്ലസ് ഒരു എന്താ പറയുക, മെറൂൺ അല്ലെങ്കിൽ റെഡ് കളറിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസിൻ്റെ. ബാക്കിയുള്ള ഹാർഡ്വെയറിലൊന്നും മാറ്റില്ല. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തേക്കാം. വല്ല തീംസോ അങ്ങനെ വല്ലതും അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് ഞാൻ നോക്കാം ഇത്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പ്രത്യേകിച്ച് ഈ മൂവീൻ്റെ ഫാൻസ് ആണെങ്കിൽ ഇതൊരു സ്പെഷ്യൽ എഡിഷനാണ്, സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. അതേപോലെ തന്നെ ആക്സസറീസിനും ആ ഒരു ടച്ച് കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഈ സ്പെഷ്യൽ എഡിഷൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. എന്നാൽ ബാക്കിയുള്ള ഹാർഡ്വെയറിലൊന്നും തന്നെ മാറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഹൈപ്പർ OS ആണ്. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് പ്രോസസ്സർ അറിയാമല്ലോ, സ്നാപ്ഡ്രാഗൺ 8S Gen 3 ആണ്. വൺ ഓഫ് ദ പവർഫുൾ ഡിവൈസസ് എന്ന് വേണമെങ്കിൽ പറയാം, അതിലൊരു സംശയമില്ല. പിന്നെ അതേപോലെ തന്നെ LPDDR5X റാം, UFS 4.0 സപ്പോർട്ട്. അങ്ങനെ ഇതിൽ ഹാർഡ്വെയറിൽ ഏറ്റവും മികച്ച നമുക്ക് കിട്ടാവുന്ന ഫീച്ചേഴ്സൊക്കെ തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക,
എല്ലാ ബെസ്റ്റ് എക്സ്പീരിയൻസ്, അത് ഹാർഡ്വെയർ എന്നല്ല ഗെയിമിങ്ങിന് വേണ്ടി ഒരു കിടിലം ഡിവൈസ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് വളരെ ക്വിക്കായിട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്, ഹൈപ്പർവോയ്സ് ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹൈപ്പർവോയ്സിലും മാറ്റമൊന്നുമില്ല. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് നല്ല ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആണ്, പ്രത്യേകിച്ച് പെർഫോമൻസ്. ഞാനിത് ഓൾറെഡി റിവ്യൂ ചെയ്താണ്. പെർഫോമൻസിലൊരു കിടിലം എക്സ്പീരിയൻസ് ആണ് പോക്കോ F6 നമുക്ക് നൽകുന്നത്. അപ്പോൾ ഫോൺ ബൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് തീംസ് ഒന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലോട്ട് വേസ് ഒക്കെ അതേപോലെ തന്നെ ഉണ്ട്, പക്ഷേ തീംസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഡെഡ്പൂളിലെ തീമൊന്നുമില്ല. അപ്പോൾ നോർമൽ എക്സ്പീരിയൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു പോക്കോ F6 ഡെഡ്പൂൾ എഡിഷൻ്റെ വളരെ ക്വിക്കായ ഒരു അൺബോക്സിങ്. ഈ ഡിവൈസിനെ കുറിച്ച് വിശദമായി ഞാൻ പറയുന്ന കാര്യം നമ്മൾ ഓൾറെഡി ചാനലിൽ പോക്കോ F6ൻ്റെ ഡീറ്റെയിൽഡ് അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആ വീഡിയോ കാണുക. ഇത് ജസ്റ്റ് ഡെഡ്പൂൾ എഡിഷൻ്റെ വളരെ ക്വിക്കായ ഒരു അൺബോക്സിങ് മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഡിവൈസിൻ്റെ ഡിസൈനും അതേപോലെ ബോക്സ് പാക്കേജിങ്ങും ഇഷ്ടപ്പെട്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.